ഹലോ ഗൈസ്, ഞങ്ങളിതേ ഈ പോകുന്നത് കുറച്ചധികം നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. കുറേ നാൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത്. വേറെ എങ്ങോട്ടേക്കുമല്ല, ഇത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്, കോവളത്തുള്ള ഗസ്റ്റ് ഹൗസ്. അതിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഞങ്ങൾ ഒരു മയിലിനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ കോവളത്തുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്. ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയത് വൈകിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ ട്രിപ്പ് ഏതാണ്ട് ക്യാൻസൽ ചെയ്തതായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് പോകാം എന്നുള്ളൊരു തീരുമാനമായത്. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. പാർക്കിംഗ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ഒന്നുമില്ല, ഞങ്ങളുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്തത്. ആണ് ഞങ്ങൾക്ക് കിട്ടിയ റൂമേ. നല്ല വ്യൂ ഉള്ള റൂമായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. നമുക്ക് TV ഉണ്ട്, പിന്നെ ഫാൻ ഇല്ല, AC ആണ്. ഇവിടെ ഈ ബാൽക്കണി വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോവളം ബീച്ച് കാണാം കേട്ടോ. ആ കാണുന്നതാണ് കോവളം ബീച്ച്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഇനിയിപ്പോ ഞങ്ങൾക്ക് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അതിനു മുമ്പ് ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടൊന്ന് രസിക്കണം. പിന്നെ കുഞ്ചന് കുറച്ച് ഫുഡും കാര്യങ്ങളും കൊടുക്കണം. ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണം. റൂം നല്ല ക്ലീൻ ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ബീച്ച് വ്യൂ ഒക്കെ ഉള്ള റൂം ഇങ്ങനെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നത്. ഞങ്ങളെക്കാൾ എക്സൈറ്റ്മെന്റ് കുഞ്ചനായിരുന്നേ. അവൾക്ക് ഇങ്ങനെ യാത്ര പോകാനും കാഴ്ച കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. എത്ര ഉറക്കം വന്നാലും അവളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടേയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അവിടെ എന്തൊക്കെയാണെന്നുള്ള സംശയമാണ് എന്നോട് ചോദിക്കുന്നത്. ബീച്ചിലെ ആൾക്കാരൊക്കെ വന്നു. ഇനി നമുക്ക് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഇത് അവിടെ റിസപ്ഷന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ഇത് നേരിട്ട് കാണാൻ ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചത്. ആ ഒരു ഭംഗി ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വീഡിയോയിൽ കിട്ടിയില്ല. അത്രയും മനോഹരമായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഇതാണ് ഗസ്റ്റ് ഹൗസിന്റെ പുറത്തെ കാഴ്ചകള്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-15 മിനിറ്റ് ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നതേ ഞങ്ങൾ ഇവിടെ എത്തി. ഇവളെ ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇറക്കുന്നത്, അതായത് കടൽ വെള്ളത്തിൽ ഇറക്കുന്നത്. ആദ്യം ചെറുതായിട്ടൊന്ന് കാല് നനച്ചതിന് ശേഷം പിന്നെ അവള് കാല് തറയിൽ കുത്താൻ പോലും ഒന്ന് കൂട്ടാക്കിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവള് തറയിൽ ഇറങ്ങിയിട്ടേ ഇല്ല. അവളുടെ കാലിൽ ആ മണ്ണ് പറ്റിയത് എനിക്ക് തോന്നുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതുകൊണ്ട് അവള് താഴെ ഇറങ്ങത്തേ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ടേക്കൊക്കെ നടന്നു വന്നു. ഈ കാണുന്ന സ്ഥലത്തേക്കൊക്കെ കയറി. അപ്പൊ ഇവിടെ കയറി ഞങ്ങൾ കയറിയതും അവര് വിസിലടിച്ചു ഇറങ്ങാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണി ആകാറായി. അങ്ങനെ അവിടുത്തെ ടൈം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ ടൈം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. നമ്മളത് നേരത്തെ അവരോട് മുൻകൂട്ടി പറയണം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കും ഫുഡ് വേണോ, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്യും. പിന്നെ തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഇത് പിറ്റെന്നുള്ളൊരു വ്യൂ ആണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കടല് കണ്ടോണ്ടരിക എന്നൊക്കെ പറയില്ലേ, ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഞങ്ങൾ മുമ്പ് ഇങ്ങനെ പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ എങ്ങും പോയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലൊരു വ്യൂ ഉള്ള റൂമൊന്നും നമുക്ക് മുൻപ് കിട്ടിയിട്ടില്ല. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ബീച്ചിൽ രാവിലെ അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. കുറച്ചൊരു 6-7 പേര് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. കുറച്ചുകൂടെ ടൈം കഴിയുമ്പോൾ ആൾക്കാർ വരുമായിരിക്കും. രാവിലത്തെ കടൽ കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി, തക്കാളി ചട്നി, ചമ്മന്തി ഒക്കെ ആയിരുന്നു. പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റിന്റെ അവിടെ നിന്ന് നമുക്ക് ബീച്ച് വ്യൂ കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നമുക്ക് ബീച്ച് വ്യൂ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയ ശേഷം പിന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തൊക്കെ വെച്ചു. ഞങ്ങൾ റെഡിയായി, കുഞ്ചനെ റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അതിനു മുമ്പ് ഞങ്ങളിത് ലാസ്റ്റ് ആയിട്ട് കടലിനോടൊന്ന് യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നതിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫ് ഇങ്ങനെ ബോറിംഗ് ആയി പോകുന്ന സമയത്ത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.